ഗാസയെ ലക്ഷ്യമാക്കി 44 സിവിലിയൻ വെസലുകളിലായി യാത്ര തിരിച്ച 500-ലധികം അന്താരാഷ്ട്ര സാമൂഹ്യ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ കഥയുടെ പുതിയൊരു അധ്യായം മാത്രമാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സമുദ് ഫ്ലോട്ടില്ല? എന്താണ് നിലവിലെ ഗാസയുടെ അവസ്ഥ? 2 വർഷത്തോളമായിട്ട് ഇപ്പോഴും നിർത്താതെ ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ്? വിശദമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും നമുക്കൊന്ന് എത്തി നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഈ ഒരു വീഡിയോയെ പ്രധാനമായിട്ടും നമ്മൾ 3 ഭാഗങ്ങളാക്കി തിരിക്കുകയാണ്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രേറ്റ തംബർഗ് ഉൾപ്പെടെയുള്ള 500-ലധികം ആക്ടിവിസ്റ്റുകൾ ഗാസയിലേക്ക് നടത്തിയിട്ടുള്ള യാത്രയെക്കുറിച്ച്, ഗ്ലോബൽ സമുദ് ഫ്ലോട്ടിലെ കുറിച്ചാണ്. രണ്ടാമത്തെ ഭാഗത്ത് ഇവർ ഇത്തരത്തിൽ ഗാസയിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ, എന്താണ് ഗാസയിലെ നിലവിലെ സ്ഥിതിഗതികൾ എന്ന കാര്യത്തെക്കുറിച്ചും, ഏറ്റവും അവസാനമായിട്ട് എങ്ങും എത്താതെ, ഒരു സീസ്ഫയറിലേക്ക് പോലും എത്താതെ എന്തുകൊണ്ടാണ് ഈ സംഘർഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചും വിശദമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൂടെ ഉപകാരപ്രദമായിട്ടുള്ള ചെറിയൊരു കാര്യത്തെക്കുറിച്ചൊന്ന് പരാമർശിക്കാം. നിങ്ങൾ ഡാറ്റാ സയൻസിൽ ഒരു മികച്ച കരിയർ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓഡിയൻ സ്കൂൾ അതിനുള്ളൊരു ബെസ്റ്റ് അവസരം തന്നെ ഇപ്പോൾ തുറന്നു വെക്കുന്നുണ്ട് അവരുടെ ഡാറ്റാ സയൻസ് എലൈറ്റ് കോഴ്സിലൂടെ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വിഗ്ഗി, ഫോൺപേ, നുവോ റീറ്റെയിൽ, ഫോർസീർ, വെനാലിറ്റിക്സ് തുടങ്ങി 5 പ്രമുഖ കമ്പനികൾ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ ഏക കോഴ്സാണിത്. അതുകൊണ്ടൊക്കെ തന്നെയും വലിയ വലിയ ടെക് കമ്പനികൾ എന്തെല്ലാമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം ഇവരുടെ ഹയറിംഗ് സ്പ്രിന്റ് വഴിയുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് യഥാർത്ഥ ഇന്റർവ്യൂകളിലേക്ക് നിങ്ങളെ നേരിട്ടെത്തിക്കും. കൂടാതെ ഡാറ്റാ സയൻസിലും എഐയിലും ഒക്കെ ജോലി നേടിക്കഴിഞ്ഞ അലുമിനീസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള മെന്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കരിയർ ഗ്രോത്തിന് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ വലിയ തോതിൽ തന്നെ സഹായിക്കുന്നതായിരിക്കും. 200 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ലൈവ് ഓൺലൈൻ ക്ലാസ്സസും ഹാൻഡ്സ് ഓൺ പ്രൊജക്ട്സും അസൈൻമെന്റും ഒക്കെ തന്നെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം റെസ്യൂമെ തയ്യാറാക്കാനും മോക്കിൻ ഇന്റർവ്യൂസിനുള്ള പ്രിപ്പറേഷൻസിനും ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയിട്ടുള്ള കരിയർ സപ്പോർട്ട് കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇവരുടെ അടുത്തൊരു ബാച്ച് വരുന്നത് ഈ വരുന്ന ഒക്ടോബർ 31-ാം തീയതിയാണ്. 3 മാസം ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണിത്. വീക്കെൻഡ്സിലായിരിക്കും ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവുക. നിങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മുൻ കോഡിംഗ് പരിചയമൊന്നും യാതൊരു വിധത്തിലും ആവശ്യമില്ല. ഇതൊരു കംപ്ലീറ്റ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സാണ്. മാത്രമല്ല 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഈ കോഴ്സ് ഇവർ കണ്ടക്ട് ചെയ്യാറുള്ളൂ. സോ സീറ്റ്സ് ഒക്കെ വളരെയധികം ലിമിറ്റഡ് ആണ്. നല്ല പ്ലേസ്മെൻറ്റ്സ് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ സീറ്റ്സ് ഒക്കെ വളരെ വേഗതയിലാണ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്. സോ ഡാറ്റാ സയൻസിൽ ഒരു മികച്ച കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻ സ്കൂളിൻ്റെ ഡാറ്റാ സയൻസ് എലൈറ്റ് കോഴ്സ് നിങ്ങൾക്ക് പറ്റിയൊരു പെർഫെക്റ്റ് ഫിറ്റ് തന്നെ ആയിരിക്കും. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ കാര്യമൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പോകാം. ആദ്യത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ അവസാന ഭാഗത്തിലായിട്ടാണ് ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെ 500-ലധികം ആക്ടിവിസ്റ്റുകൾ സ്പെയിനിൽ നിന്നും 44 വെസലുകളിലായിട്ട്, സിവിലിയൻ വെസലുകൾ അല്ലെങ്കിൽ ചെറിയ കപ്പലുകളിലായിട്ട് ഗാസയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു യാത്രയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഗാസയിലേക്ക് മാനുഷികമായിട്ടുള്ള സഹായം എത്തിക്കുക എന്നതായിരുന്നു. യാത്രയിൽ ഇവരുടെ പക്കലുണ്ടായിരുന്നത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും മെഡിക്കൽ സപ്ലൈസും ഒക്കെയാണ്. ഇനി ഈ യാത്രയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ ഗ്രേറ്റ തുംബർഗ് എന്ന സാമൂഹിക പ്രവർത്തകയുണ്ട്. അതുപോലെ തന്നെ അയർലൻഡ് സെനറ്റർ ആയിട്ടുള്ള ക്രിസ് ആൻഡ്രൂസ് ഉണ്ട്. മുൻ ബാഴ്സലോണ മേയർ ആയിട്ടുള്ള അഡ കൊലു ഉണ്ട്. യൂറോപ്യൻ പാർലമെന്റ് അംഗമായിട്ടുള്ള റീമ ഹസനും നെൽസൺ മണ്ടേലയുടെ പൗത്രനും 1-ലധികം രാജ്യങ്ങളുടെ പാർലമെന്റ് അംഗങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുന്ന വലിയൊരു സന്നാഹം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ് ഗാസയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഗാസയിലെ ആളുകൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി, ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചില വ്യത്യസ്ത രാജ്യങ്ങളുടെ നാവികസേനയും ഇവർക്ക് അകമ്പടി സേവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗാസയുടെ തീരത്തുനിന്ന് ഏറെക്കുറെ 70 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചുകൊണ്ട് ഇവരെല്ലാവരെയും തടഞ്ഞു നിർത്തപ്പെടുകയാണ്. ഇതിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. ഈ ഒരു പ്രവൃത്തിക്കെതിരെ, ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ സംഭവിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കൊളംബിയ ഇസ്രായേലിൽ നിന്നുള്ള നയതന്ത്രജ്ഞരെ എല്ലാം പുറത്താക്കുകയും ഇസ്രായേലുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ പോലും പൂർണ്ണമായിട്ടും റദ്ദാക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തുർക്കിയാണെങ്കിൽ ഈ ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്തത് ഭീകര പ്രവർത്തനം എന്ന രീതിയിലാണ്. ഡബ്ലിനിലാണെങ്കിലും പാരീസിലാണെങ്കിലും ബെർലിനിലാണെങ്കിലും മറ്റു വ്യത്യസ്ത യൂറോപ്യൻ നാടുകളിലൊക്കെ തന്നെയും
ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയും ഇസ്രായേലിൻ്റെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ആഞ്ഞടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവരെയൊക്കെ തന്നെയും, ഈ അറസ്റ്റ് ചെയ്ത ആളുകളൊക്കെ തന്നെയും എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നതെന്ന കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് അഷ്ദോദ് തുറമുഖത്തേക്ക് എത്തിച്ച് പ്രോസസ്സുകളെല്ലാം ചെയ്തതിനു ശേഷം ഇവരൊക്കെ തന്നെയും നാട് കടത്തുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു കാര്യത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഗ്രേറ്റെ പോലുള്ള ആളുകൾക്കൊക്കെ തന്നെയും ഒരു പക്ഷേ കുറച്ചധികം നീളുന്ന രീതിയിലുള്ള ഒരു തടവ് കൂടെ ഇവർ ഏർപ്പെടുത്തുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നാട് കടത്തുക എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ ഗാസയിലേക്ക് യാത്ര തിരിച്ചത്, അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ ഗാസയിലേക്ക് പോയത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്താണ് ഗാസയുടെ നിലവിലെ സ്ഥിതിഗതികൾ എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ ഗാസ സ്ട്രിപ്പിലെ ഏറെക്കുറെ 90% ബിൽഡിങ്ങുകളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ആ കൂട്ടത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ചെറിയ ചില നഗരങ്ങൾ പോലും, ചില സിറ്റികൾ പോലും പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് 11,000-ഓളം പോപ്പുലേഷൻ ഉണ്ടായിരുന്ന കുസ എന്ന് പറയുന്ന സിറ്റിയൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. കൃത്യമായിട്ട് ഇവിടെ പരിശോധിക്കുമ്പോൾ ഒരു സിസ്റ്റമിക് ഡിമോളിഷൻ തന്നെയാണ് ഇസ്രായേൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പരാമർശിച്ച ഒരു കാര്യം തന്നെയായിരുന്നു, ഗാസയുടെ മുകൾ ഭാഗത്ത് നിന്ന് ആളുകളെ കുടിയൊഴിപ്പിച്ച് ആ ഭാഗം മുതൽക്ക് താഴോട്ട് ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ റെസിഡൻഷ്യൽ ടവറുകളുണ്ട്, സ്കൂളുകളുണ്ട്, വ്യത്യസ്ത ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഫലഭൂയിഷ്ടമായ രീതിയിലുള്ള പലസ്തീനികളുടെ, ഗാസക്കാരുടെ അഗ്രികൾച്ചർ ലാൻഡുകളുണ്ട്. അതായത് പൂർണ്ണമായ രീതിയിലുള്ള ഒരു ആക്രമണം, പൂർണ്ണമായിട്ടും ആളുകളെ തകർത്തെറിയുന്ന രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായ രീതിയിൽ തന്നെ നമുക്കവിടെ പരിശോധിക്കുമ്പോൾ നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഹെൽത്ത് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, ഹോസ്പിറ്റലുകളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 84% ഹെൽത്ത് ഫെസിലിറ്റീസും പൂർണ്ണമായിട്ടും അവിടെ തകർന്ന അവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ച് അവിടെയും എടുത്തു പറയുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഫെസിലിറ്റി ആയിട്ടുള്ള അൽ-ഷിഫ ഹോസ്പിറ്റൽ പോലും വ്യത്യസ്ത തവണകളിലായിട്ട് അറ്റാക്കുകൾ നേരിട്ടു എന്ന കാര്യം നമ്മളൊക്കെ തന്നെയും വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. മാത്രവുമല്ല ഇവിടെ ഇനി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 87% ഗാസയിലെ സ്കൂളുകളും ഇതിനോടകം തന്നെ പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു കഴിഞ്ഞു. അവിടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതിനോടകം തന്നെ മണ്ണോട് ചേർന്ന് കഴിഞ്ഞു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് തന്നെയാണ് ഗാസയിലെ കുട്ടികൾ, ഗാസയിലെ ജനങ്ങൾ ഇതിനോടകം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഇവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഗാസയിലെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാതെയാണ്. ഇതിനോടകം തന്നെ ഇസ്രായേൽ അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിസിറ്റി പൂർണ്ണമായിട്ടും തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തന്നെയും അനന്തരഫലം എന്നോണം ഹോസ്പിറ്റലുകളിൽ പോലും ഇലക്ട്രിസിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്ക്, മേജറായിട്ടുള്ള സർജറികൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ തന്നെയും ജനറേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആവശ്യമായിട്ടുള്ള വൈദ്യുതി നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയും ഈ ജനറേറ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം ലഭിക്കുന്നില്ല, ഇന്ധനം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊരു കാര്യവും വലിയ തോതിൽ എസ്പെഷ്യലി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ പോലും വലിയൊരു പ്രശ്നമായിട്ട് അവിടെ മാറി വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വാട്ടർ സിസ്റ്റവും സീവേജ് സിസ്റ്റം ഒക്കെ എൻറ്റയർലി കൊളാപ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ WHO കണക്കുകൾ പ്രകാരം ഒരു മനുഷ്യന് സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 6 ലിറ്റർ വെള്ളം വേണമെന്നാണ് കണക്ക്. ഗാസയിലുള്ള ആളുകൾക്ക് 5 ലിറ്ററിനും താഴെ മാത്രമാണ് കുടിവെള്ളം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സീവേജിൻ്റെയും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ കാരണമായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള അസുഖങ്ങളിലൂടെ, ഡയേറിയ പോലെയുള്ള അസുഖങ്ങളിലൂടെയാണ് അവിടുത്തെ ആളുകൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള സീവേജുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സിസ്റ്റങ്ങളൊക്കെ തന്നെയും റിപ്പയർ ചെയ്യുന്നതിന് പോലും ഇസ്രായേൽ ശക്തമായ രീതിയിലുള്ള ചില പ്രിവെൻഷനുകളൊക്കെ തന്നെയും കൊണ്ടുവന്നിട്ടുള്ളതും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്നോണം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ആയിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ദാരുണമായിട്ടുള്ള പ്രക്രിയകളുടെ അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങളുടെയൊക്കെ തന്നെയും അനന്തരഫലം എന്നോണം 2023 ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ 66,414 വരുന്ന ഫലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 1,68,000 വരുന്ന ആളുകൾക്ക് വ്യത്യസ്ത അപകടങ്ങൾ സംഭവിക്കുകയും മാരകമായിട്ടുള്ള പരിക്കുകൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇനി മരണപ്പെട്ട ആളുകളുടെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഒരു വലിയൊരു വിഭാഗം ആളുകളും തകർന്നടിഞ്ഞു കിടക്കുന്ന വ്യത്യസ്ത കെട്ടിടങ്ങളുടെ അടിയിലാണ് അവരുടെ മൃതദേഹങ്ങൾ എന്നൊരു കാര്യവും നമുക്കവിടെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലൊരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ
ഒരാഴ്ചയിലേറെക്കുറെ 500ഓളം വരുന്ന ആളുകളാണ് ഗാസയിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1500-ലധികം വരുന്ന ആളുകൾക്കാണ് ഓരോ ആഴ്ചയും വ്യത്യസ്ത മാരകമായിട്ടുള്ള പരിക്കുകൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളെ ഒന്നും ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളില്ല എന്നതും അവിടുത്തെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. എന്തിനേറെ പറയുന്നു, ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലെ കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2-ാം തീയതിയിലെ മാത്രം മരണസംഖ്യ പരിശോധിക്കുമ്പോൾ അത് 53ആണ്. ഒക്ടോബർ 3-ാം തീയതിയിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം വരെയുള്ള കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനോടകം മരണപ്പെട്ടുള്ളത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടുള്ളത് 15 പേരാണ്. ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മണിക്കൂറുകളിലും എന്നോണം ഗാസയിലെ ആളുകൾ ഇത്തരത്തിൽ മരണപ്പെടുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടൽ ഗാസയിലെ ആളുകൾക്ക് ആവശ്യമുള്ളതിൻ്റെ ഏറെക്കുറെ 30% മാത്രം ഭക്ഷണമേ ഗാസയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഒക്കെ അനന്തരഫലം എന്നോണം ഏറെക്കുറെ 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അതിരൂക്ഷമായിട്ടുള്ള പട്ടിണിയിലാണ്, കടുത്ത ക്ഷാമത്തിലാണ് എന്നാണ് ഗാസയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല 157 കുട്ടികൾ ഇതിനോടകം തന്നെ പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ മരണപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗാസയിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചിത്രങ്ങളും നമ്മളെ വലിയ തോതിൽ തന്നെ വിഷമിപ്പിക്കുന്നതാണല്ലേ. പ്രത്യേകിച്ച് അവിടുത്തെ കുട്ടികളുടെയൊക്കെ അവസ്ഥകൾ, എല്ലും തോലുമായിട്ട് കിടക്കുന്ന കുട്ടികളുടെയൊക്കെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ വലിയ തോതിൽ തന്നെ അതൊക്കെ നമ്മളെ ഉള്ളിൽ സങ്കടങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ്. മറ്റു ചില കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 7 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകളിൽ ഏറെക്കുറെ 455 ആളുകൾ മതിയായ ഭക്ഷണമില്ലാത്തത് കാരണമായിട്ട് പട്ടിണി കിടന്ന് ഗാസയിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന കണക്കുകളും നമ്മൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. മാത്രമല്ല ഇവർക്ക് ദിവസങ്ങളോളം പട്ടിണിയാണോ, കാര്യമായിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന കണക്കുകൾ നോക്കുമ്പോൾ ഗാസയിലെ 39% വരുന്ന ആളുകളും ചില ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും പട്ടിണിയാണ്, ഒന്നും തന്നെ അവർക്ക് കഴിക്കാൻ കിട്ടാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഏറെക്കുറെ 1.2 മില്യൺ ആളുകളോളം ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീടും സമ്പത്തുകളും എല്ലാം നഷ്ടമായിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ തന്നെയും ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ടെൻറ്റുകളിലും തകർന്നു വീണ് കിടക്കുന്ന ഈ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല ഏറ്റവും പുതുതായിട്ട് ഒരു ഫൈനൽ എക്സ്കവേഷൻ വാർണിംഗ് കൂടെ ഗാസ സിറ്റിയിലെ ആളുകൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ അവരോടായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഗാസയിൽ നിന്ന് നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ അവിടെ തന്നെ തുടരുന്നവരെ ടെററിസ്റ്റുകളായിട്ടും ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ടും ഞങ്ങൾ കണക്കാക്കും എന്നൊരു കാര്യമാണ്. അതായത് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ എന്ന രീതിയിലുള്ളൊരു സമീപനം തന്നെയാണ് അവിടെ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്നുള്ളതായിട്ട് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ പലായനം ചെയ്യുന്ന കാര്യത്തിലും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കാര്യത്തിലും വ്യത്യസ്ത പ്രശ്നങ്ങൾ ഗാസക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ഇന്ധനവും മറ്റുമൊക്കെ വലിയ രീതിയിൽ പ്രശ്നമായതുകൊണ്ട് തന്നെ ഇന്ധനം ലഭ്യത വളരെയധികം കുറഞ്ഞതുകൊണ്ടൊക്കെ തന്നെയും വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അവിടെ വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. അതൊരു കിട്ടാക്കനി എന്നോണമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയും കാൽനടയായിട്ട് അനേകം കിലോമീറ്ററുകൾ നടന്ന് മാത്രം പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടെ ഈ ആളുകളൊക്കെ തന്നെയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും അതിദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഗാസ സ്ട്രിപ്പിലെ പലസ്തീനിലെ ആളുകൾ, ജനങ്ങൾ, സാധാരണക്കാർ കടന്നു പോകുന്നു എന്നൊരു കാര്യം കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മാനുഷിക സഹായങ്ങളുമായിട്ട് ഗ്ലോബൽ സമദ് ഫ്ലോട്ടില്ല എന്ന പേരിൽ വലിയൊരു സംഘം സാമൂഹ്യ പ്രവർത്തകർ തന്നെ ഗാസയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ളൊരു വംശഹത്യ പോലും നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നിപ്പോകുന്ന രീതിയിൽ തന്നെയാണ് അവിടെ നിന്നുള്ള ഓരോ വാർത്തകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം UN പോലും ഇസ്രായേൽ ഒരു വംശഹത്യ തന്നെ പലസ്തീനിൽ നടത്തുന്നുണ്ട്, ഗാസയിൽ നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. 1948 വംശഹത്യാ കൺവെൻഷനിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള 5 വംശഹത്യാ പ്രവർത്തനങ്ങളിൽ 4 ഇസ്രായേൽ ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഗാസയിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു UN നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ കൂട്ടത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ ഫലസ്തീനികളെ നശിപ്പിക്കുക എന്നതിനു വേണ്ടിയുള്ള പ്രവർത്തികൾ മുതൽ ഫെർട്ടിലിറ്റി സെൻ്ററുകൾ പോലും നശിപ്പിച്ചു എന്നതുവരെ ഉൾപ്പെടുന്നുണ്ട്.
അത്രയും ഗുരുതരമായ രീതിയിലുള്ള വ്യത്യസ്ത പ്രവർത്തികൾ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ പലസ്തീനിലെ സാധാരണ ജനങ്ങളോട് പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൃത്യമായി തന്നെ നമുക്ക് അവിടെ ഒക്കെ തന്നെയും നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഇതൊരു പര്യവസാനത്തിലേക്ക് എത്തുന്നില്ല, എന്തുകൊണ്ട് ഇപ്പോഴും ഇസ്രായേൽ നിരന്തരമായിട്ട് ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഒക്കെ തന്നെയും തുടക്കം 2023 ഒക്ടോബർ 7-ാം തീയതിയാണ്. അന്ന് ഹമാസ് നടത്തിയിട്ടുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ഒരു ആക്രമണം, അതിനെ തുടർന്നിട്ട് ഇസ്രായേലിൽ നിന്നും ഒരുപാടധികം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പോലും ബന്ദികളാക്കിയിട്ട് ഗാസയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെയുള്ള ഒരു പ്രത്യാക്രമണം എന്ന രീതിയിലാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങളെല്ലാം തന്നെ തുടക്കം കുറിക്കുന്നത്. പക്ഷേ അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തിൻ്റെയും ആവശ്യങ്ങളെ കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു സീസ് ഫയറിലേക്ക് എത്തണമെങ്കിൽ രണ്ടാളുകൾക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇസ്രായേൽ ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ സേഫ്റ്റിയെ പോലും ബാധിക്കുന്ന വലിയൊരു ത്രട്ടാണ് ഹമാസ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ പൂർണ്ണമായിട്ടും തകർത്തെറിയണം, അവരുടെ അറ്റാക്കിംഗ് പവർ പൂർണ്ണമായിട്ടും ഇല്ലാതായെങ്കിൽ മാത്രമേ ഇസ്രായേൽ സുരക്ഷിതമാകൂ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ 130ഓളം വരുന്ന ഇസ്രായേലികൾ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലാണ്, ബന്ദികളാക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് ഒരുപാടധികം ബന്ദിയാക്കപ്പെട്ട ആളുകളെ തിരിച്ച് ഇസ്രായേലിലേക്ക് അവർ വിട്ടയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇത്രയും ആളുകൾ ഹമാസിൻ്റെ തടവറയിൽ തന്നെയാണ്, ഹമാസിൻ്റെ പിടിയിൽ തന്നെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അവരുടെ രാജ്യത്ത് നിന്ന് അവർ സുരക്ഷിതത്വം നൽകേണ്ടിയിരുന്ന 130ഓളം ആളുകൾ ഹമാസിൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഈ 130 ആളുകളെയും വിട്ടുകിട്ടണം. മാത്രവുമല്ല പിന്നീട് അങ്ങോട്ടൊരു സമാധാന ചർച്ചയിലൂടെ കാര്യങ്ങൾ കടന്നുപോയി സീസ് ഫയറും മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഹമാസിൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് ഗാസയിൽ വരരുത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ടേക്ക് വെക്കുന്ന അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ. ഇനി നേരെ ഹമാസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവർക്കും ഇത്തരത്തിൽ വ്യത്യസ്ത ആവശ്യങ്ങളുണ്ട്. ഈ ആളുകളെ വിട്ടയക്കാം, പക്ഷേ അതിന് പകരമായിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സീസ് ഫയർ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം. താൽക്കാലികമായിട്ടുള്ള ഒരു സീസ് ഫയറിൽ അത് ഒതുക്കരുത്. അതോടൊപ്പം തന്നെ ഗാസയുടെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ തന്നെയും ബഫർ സോൺ എന്നോണം ഇസ്രായേൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെയും ആർമിയെ, ഫോഴ്സിനെ പൂർണ്ണമായിട്ടും തിരിച്ചു വിളിക്കണമെന്നതും ഹമാസിൻ്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ അവിടെ മറ്റൊരു മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ആവശ്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ആയിരക്കണക്കിന് വരുന്ന പലസ്തീനികളുണ്ട്, അവരെല്ലാം തന്നെ വിട്ടയക്കണം. ഇത്രയുമാണ് ഹമാസ് മുന്നോട്ടേക്ക് വെക്കുന്ന ആവശ്യങ്ങൾ. പക്ഷേ ഇരു കൂട്ടരും ഒരു തീരുമാനത്തിലേക്ക് എത്താതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു പക്ഷേ പരസ്പരം ഒരു വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം അവൻ ആദ്യം എടുക്കട്ടെ, അല്ലെങ്കിൽ ആ തീരുമാനം ആദ്യം അയാൾ എടുക്കട്ടെ എന്നൊരു രീതിയിലൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഈ തീരുമാനങ്ങളിലേക്ക് എത്താതെ, ചർച്ചകൾ എങ്ങും എത്താതെ മുന്നോട്ടേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഒരു അനന്തരഫലം എന്നോണം, ഇതിൻ്റെ ഒക്കെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള വസ്തുത. ഇവിടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഗാസയിലെ ജനങ്ങളെക്കുറിച്ച്, ഗാസ സ്ട്രിപ്പിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ പലസ്തീൻ്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള വെസ്റ്റ് ബാങ്കിലും വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെയൊക്കെ തന്നെയാണ് അവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് പലസ്തീനികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാഴ്ചയും നമുക്ക് അവിടെ നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിക്കട്ടെ എന്നും രക്തച്ചൊരിച്ചിലുകളൊന്നും ഇല്ലാത്ത നല്ലൊരു ലോകം പുലരട്ടെ എന്നും നല്ലൊരു പലസ്തീൻ ഉണ്ടാകട്ടെ എന്നും ഒക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് നമുക്കും ആഗ്രഹിക്കാം. ഇവിടെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഐഡിയോളജികളാണെങ്കിലും റിലീജിയൻ പരമായിട്ടുള്ള ചിന്തകളാണെങ്കിലും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിവെച്ച് മനുഷ്യത്വത്തിൻ്റെ കണ്ണിലൂടെ നോക്കി കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ മോശം അവസ്ഥയിലൂടെയാണ് നമ്മളെ ഓരോരുത്തരെയും പോലുള്ള മനുഷ്യരായിട്ടുള്ള ആളുകൾ ഗാസയിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് തീർച്ചയായിട്ടും നമുക്കും കണ്ണുകളെ തുറക്കാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെ തന്നെയായാലും എല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ. വ്യത്യസ്ത രാജ്യങ്ങൾ നമുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം അവസാനിക്കട്ടെ, നല്ലൊരു നാളെ പുലരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.